ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്രേയ ഗംഗ എന്റെ കൂടെ വരാനെന്ന് പറയുന്നു. മാളു അപ്പോൾ സമ്മതിക്കുന്നില്ല. ശ്രേയ അപ്പോൾ ഗംഗയോട് ചോദിക്കാണ്, നീ വരില്ലേ എന്ന്. ഗംഗ അപ്പോൾ ഞാൻ വരാമെന്ന് പറയുന്നു. ഗംഗയാണെങ്കിൽ മാളുവിനോട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. മാളു അപ്പോൾ പറയാണ്, ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ശ്രേയ അല്ല എന്ന്, ഈ വീട് ശ്രേയയുടെയും അല്ല എന്നൊക്കെ പറയുന്നു. ഗംഗയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രേയയുടെ കൂടെ ചെല്ലുന്നു. ശ്രേയ റൂമിൽ ചെന്നതിന് ശേഷം ഗംഗയോട് പറയുന്നുണ്ട്, എനിക്ക് പെഡിക്യൂർ ചെയ്യണമെന്ന്. ഗംഗ അപ്പോൾ പെഡിക്യൂർ എന്താണെന്ന് ചോദിക്കുന്നു. ശ്രേയ അപ്പോൾ വഴക്ക് പറയുകയാണ്, പെഡിക്യൂർ എന്താണെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷമാണെങ്കിൽ കാലിലെ നെയിൽ പോളിഷ് ഇളക്കി കൊടുക്കാനെന്ന് പറയുന്നു. ഗംഗ ശ്രേയയുടെ കാലിലെ നെയിൽ പോളിഷ് ഇളക്കുകയാണ്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, നിന്റെ ജീവിതം എപ്പോഴും എന്റെ കാൽ കീഴിലായിരിക്കുമെന്നൊക്കെ. നെയിൽ പോളിഷ് ഇളക്കിയതിനു ശേഷം ചൂടുവെള്ളം കൊണ്ടുവരാൻ പറയുന്നു. ഗംഗയാണെങ്കിൽ ചൂടുവെള്ളവുമായിട്ട് വരുന്നു. ആ സമയത്ത് ശ്രേയയാണെങ്കിൽ സൂക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗംഗയുടെ കയ്യിൽ നിന്നും ചൂടുവെള്ളം താഴെ വീഴുന്നു. ഗംഗയുടെ ദേഹത്തും കുറച്ച് ചൂടുവെള്ളം വീഴുന്നത് കൊണ്ട് അയ്യോ എന്നൊക്കെ ഗംഗ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രേയ വഴക്ക് പറയാണ്, നീ എന്ത് നോക്കിയാണ് ഈ നടക്കുന്നത്, ഇതൊക്കെ നിന്റെ നാടകമാണെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ വൃത്തിയാക്കിയിട്ട് വേറെ ചൂടുവെള്ളം കൊണ്ടുവരാനെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാണ്. പിന്നീട് ശ്രേയ ആണെങ്കിൽ ഹൽദിക്കായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ആ സമയത്ത് ശ്രേയയുടെ അമ്മ വരുന്നു. സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നു. ശ്രേയ അപ്പോൾ പറയാണ്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. ഈ വീട്ടിലെ മഹാറാണിയായിട്ട് അമ്മ വാഴാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. ശ്രേയയുടെ അമ്മയും അപ്പോൾ പറയാണ്, അതൊക്കെ ഞാനും സ്വപ്നം കണ്ടിട്ടിരിക്കുകയാണെന്നൊക്കെ. നിന്റെയും മഹിയുടെയും വിവാഹം കഴിഞ്ഞാലുടൻ ഈ വീട് ഞാനായിരിക്കും ഭരിക്കുന്നത്. അത് മാത്രമല്ല, നീ മഹിയെയും വളച്ചെടുക്കണമെന്നൊക്കെ പറയുന്നു. നീ പറയുന്നത് മാത്രമേ മഹി പിന്നീട് കേൾക്കാവൂ എന്നൊക്കെ പറയാണ്. ശ്രേയയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. പിന്നീട് ശ്രേയയുടെ കൂട്ടുകാർ വരുന്നു. കൂട്ടുകാരെയാണെങ്കിൽ എല്ലാവരെയും ശ്രേയ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കൂട്ടുകാരികളും ശ്രേയയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗൗരിയുടെ ഫോട്ടോയുടെ അടുത്ത് ചെന്നിട്ട് മഹി സംസാരിക്കുകയാണ്, എനിക്ക് ഈ വിവാഹത്തിന് ഒരു താല്പര്യവുമില്ല, മാളുവിന് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹം കഴിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഈ റൂമിൽ നിന്നും ഗൗരിയുടെ ചിത്രം മാറ്റാൻ പോവുകയാണ്. പക്ഷെ എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഗൗരി മാത്രമായിരിക്കും, എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഗൗരിയുടെ ആത്മാവാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് സങ്കടപ്പെടുന്നുണ്ട്. മഹിയേട്ടനാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കരുത്, നമ്മുടെ മാളുവിനെ ആശ്രയ സ്നേഹിക്കില്ല, സ്വത്തിനെയാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ ഒരുപാട് വേദനയോടെ ഗൗരിയുടെ ഫോട്ടോ എടുത്തു മാറ്റുന്നു. പിന്നീട് കാണിക്കുന്നത് മാളുവിനെയാണ്. മാളു ഗൗരിയുടെ ഫോട്ടോ എടുത്തിട്ട് കരയാണ്. അമ്മ എന്താണ് എന്റെ ആഗ്രഹം സാധിച്ചു തരാത്തത്, എനിക്ക് മഹി ശ്രേയയെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. ആ സമയത്ത് ഗംഗ അവിടേക്ക് വരുന്നു. എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാളൂട്ടി പറയാണ്, എനിക്ക് ഈ വിവാഹം ഇഷ്ടമല്ല എന്നൊക്കെ. ശ്രേയയ്ക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ല, എനിക്ക് ശ്രേയയും ഇഷ്ടമല്ല, ശ്രേയ ആണെങ്കിൽ എന്റെ അമ്മയായിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാളൂട്ടി കരയുന്നു. ഗംഗയല്ലേ പറഞ്ഞത് ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും സാധിക്കുമെന്ന്, ഞാൻ ദൈവത്തോട് ഇതാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയാണ്, ചില ആഗ്രഹങ്ങളാണെങ്കിൽ ദൈവം സാധിച്ചു തരത്തില്ല എന്നൊക്കെ. മാളു അപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ആഗ്രഹമല്ലേ, പിന്നെന്താണ് സാധിക്കാത്തതെന്നൊക്കെ. ഗംഗ അപ്പോൾ പറയാണ്, വിഷമിക്കേണ്ട മാളൂട്ടി, ഒരുങ്ങ്, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം, എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ഗംഗയാണെങ്കിൽ ഹൽദിക്കുള്ള മഞ്ഞൾ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രേയയുടെ അമ്മ അവിടേക്ക് വരുന്നു. ശ്രേയയുടെ അമ്മയാണെങ്കിൽ ഗംഗയോട് പറയാണ്, നിനക്കാണെങ്കിൽ എല്ലാത്തിനും കുശുമ്പായിരിക്കും, എൻ്റെ മകളുടെ ഹൽദി ഫംഗ്ഷൻ നടക്കുന്നതൊക്കെ ഓർത്തിട്ട് നിനക്ക് സഹിക്കുന്നില്ലായിരിക്കും എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് എന്തിനാണ് കുശുമ്പെന്നൊക്കെ. ആ സമയത്ത് ശ്രേയയുടെ അമ്മ പറയാണ്, നിനക്കാണെങ്കിൽ ഇതുപോലെ ഒരു വിവാഹമൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല, അതിന് നിന്റെ വിവാഹമേ നടക്കത്തില്ല, നീ എപ്പോഴും വേലക്കാരിയായിട്ടേ ഇരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ശ്രേയയുടെ അമ്മയാണെങ്കിൽ ഗംഗയോട് സംസാരിക്കുന്നതെല്ലാം മാളു കേൾക്കുന്നുണ്ടായിരുന്നു. ഗംഗയെ ശ്രേയയുടെ അമ്മ ഒരുപാട് കുറ്റപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു. ഗംഗയും മഞ്ഞളൊക്കെ അരച്ചതിന് ശേഷം അടുക്കളയിൽ നിന്നും പോവുകയാണ്. ആ സമയത്ത് അടുക്കളയിലേക്ക് മാളു വരുന്നു. മാളു ആണെങ്കിൽ ഒരു പേപ്പറിൽ നിന്നും എന്തോ എടുക്കുകയാണ് മഞ്ഞളിലേക്ക് ഇടാൻ വേണ്ടി. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്